സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് IPS അവർകൾ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഇന്ന് ഇതിൻ്റെ അന്വേഷണം കാർത്തിക് IPS അവർകൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ ഇന്നലെ നടന്ന അത് കൊലപാതകമാണ് എന്ന് വ്യക്തമായി വെളിവായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കി നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ പല കോൺട്രഡിക്ഷൻസും ഉണ്ട്. അതൊക്കെ ഓരോന്നോരോന്നായി പരിശോധിച്ച് വരികയാണ്. ഡീറ്റെയിൽ ആയി അതിൻ്റെ SHO അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ തന്നെ നിങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, പെൺകുട്ടി കുറ്റം സമ്മതിച്ചിട്ടുണ്ടോ? ഇപ്പോൾ തന്നെ SHO അന്വേഷണ ഉദ്യോഗസ്ഥ ഇപ്പോൾ നിങ്ങൾ കാണും. ഓക്കെ, താങ്ക് യു. എന്തോ ഒരു ദുരൂഹത, നമ്മൾ ഇപ്പോൾ പറയുന്നതിനപ്പുറത്തേക്കുള്ള ദുരൂഹത. കാരണം മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്നത് പോലീസിന് ബോധ്യമാകാത്ത ചില ഘടകങ്ങൾ ഇപ്പോഴും അവിടെ ഉള്ളതായിട്ടാണ് ഇദ്ദേഹം ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതിൽ നിന്നും വായിച്ചെടുക്കേണ്ടത്. SHO ഇപ്പോൾ കാണുന്നുണ്ട് എന്ന് പറയുന്നു. തീർച്ചയായും, അതായത് തുടക്കം മുതൽക്ക് തന്നെയുള്ള ചില നേരത്തെ തുടക്കം മുതൽ ഇതിൽ ചില വൈരുദ്ധ്യങ്ങൾ ഈ മൊഴികളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് പോലീസിന് സൂചിപ്പിച്ച കാര്യമാണ്. പക്ഷേ അത് ആ സമയത്തുള്ള പരിഭ്രാന്തിയുടെ ഭാഗമായി തന്നെ ഉണ്ടായതാണ് എന്നുള്ളതായിരുന്നു ആ ഘട്ടത്തിൽ സംശയിച്ചിരുന്നത്. ഏതായാലും ഈ SHO ചുമതലയുള്ള അന്വേഷണ ചുമതലയുള്ള SHO തന്നെ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കും എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഈ വളപട്ടണം SI ഇപ്പോൾ അല്പസമയം മുമ്പ് അറിയിച്ചിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 12 വയസ്സുള്ള കുട്ടിയാണ് പ്രതിസ്ഥാനത്തുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് അതിന് വളരെ കൃത്യമായിട്ടുള്ള വിശകലനങ്ങളിലേക്ക് അല്ലെങ്കിൽ പോലീസിൻ്റെ ആ രീതിയിലുള്ള നടപടിക്രമങ്ങളെല്ലാം ഉണ്ട്. കൃത്യമായും പോലീസിന് അത്തരത്തിലുള്ള അന്വേഷണം പൂർത്തീകരിക്കണമെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളുടെ പിൻബലം ഈ കാര്യത്തിൽ വേണ്ടതുണ്ട്. ഏതായാലും പോലീസ് അന്വേഷണത്തിൽ വളരെ വേഗത്തിൽ തന്നെ ഈ ഒരു കുറ്റം തെളിയിക്കുന്നതിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം തുടക്കം മുതൽക്ക് തന്നെ കൊലപാതകമാണെന്ന് പോലീസ് നിഗമനത്തിലെത്തി. പിന്നീട് ഇത് ആര് ചെയ്തു എന്നുള്ളതിൻ്റെ രീതിയിലുള്ള അന്വേഷണമായിരുന്നു. കുടുംബത്തിലുള്ളവരാണ് എന്നുള്ള കാര്യം മനസ്സിലായി. മാതാപിതാക്കളെയാണ് ആദ്യം സംശയിച്ച ആ രീതിയിലായിരുന്നു പോലീസിൻ്റെ അന്വേഷണം. എന്നാൽ അവരല്ല എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടു. പിന്നീടാണ് 12 വയസ്സുകാരിയുടെ കുട്ടിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയും കുട്ടി ആ കുറ്റ സമ്മതം നടത്തുകയും ചെയ്യുന്നത്. രാവിലെ തന്നെ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനായി സ്റ്റേഷനിലെത്തിയപ്പോൾ പോലീസിൽ നിന്നും അനൗദ്യോഗികമായി തന്നെ ആ കുഞ്ഞിനെയാണ് സംശയിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള 12 വയസ്സുകാരിയാണ് സംശയിക്കുന്നത് എന്നുള്ള തരത്തിൽ ആ സമയത്ത് തന്നെ ചില വിവരങ്ങൾ ലഭിച്ചിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ അത് വാർത്തയായി നൽകാനോ അല്ലെങ്കിൽ അത് നമുക്ക് നൽകാൻ കഴിയാത്ത സാഹചര്യം കൂടിയായിരുന്നു. കാരണം 12 വയസ്സുകാരിയായ കുട്ടിയാണ്. പൂർണ്ണ സ്ഥിരീകരണമില്ലാതെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നൽകാൻ സാധിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. ഏതായാലും പിന്നീട് കുട്ടി പോലീസിനോട് ഈ കുറ്റസമ്മതം നടത്തി എന്നുള്ള സ്ഥിരീകരിച്ച വിവരം ലഭ്യമായതിന് പിന്നാലെയാണ് ആ രീതിയിൽ വാർത്തകൾ തന്നെ നൽകുന്നത്. ഏതായാലും ഇതിൻ്റെ കാരണമായി നിലവിൽ കുട്ടി പറഞ്ഞത് ഈ സ്നേഹം നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു കാരണം തന്നെയാണ്. അജിംഷ, തീർച്ചയായും ചില മലയാള സിനിമയിൽ പോലും ഇതിൻ്റെ തീം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിന് സമാനത തോന്നുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. പക്ഷേ ഇപ്പോൾ ഈ SHO കാണുന്നത് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. ഈ കുഞ്ഞിനെ കിണറ്റിൽ മരിച്ച നിലയിലായിരുന്നോ കണ്ടെത്തിയിരുന്നത്? സന്തോഷ്, കുഞ്ഞിനെ കിണറ്റിൽ മരിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത്. അതിലിനി പോലീസ് ആ ഘട്ടത്തിൽ പറഞ്ഞിരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ ഈ വെള്ളത്തിൽ മുങ്ങിയുള്ള മരണമാണോ അല്ല മരിച്ചതിന് ശേഷം വെള്ളത്തിലിട്ടതാണോ എന്നുള്ള കാര്യം കൂടി പോലീസിന് സ്ഥിരീകരിക്കേണ്ടിയിരുന്നു. പക്ഷേ ഏതായാലും ഇപ്പോൾ ഈ 12 വയസ്സുകാരിയോട് നൽകിയ മൊഴി എന്ന് പറയുന്നത് കുട്ടിയെ വെള്ളത്തിലെടുത്തിട്ടു എന്നുള്ളത് തന്നെയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ അത് സ്ഥിരീകരിക്കപ്പെടണമെങ്കിൽ അതിന് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളുടെ പിൻബലം ആവശ്യമുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കേണ്ട ആവശ്യമുണ്ട്. അത് പോലീസിന് ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ രീതിയിലുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളിലേക്ക് പോലീസിന് പോകാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ അതിൻ്റെ മൊഴികളും അതോടൊപ്പം തന്നെ സാഹചര്യ തെളിവുകളും എല്ലാം ലഭിച്ചിട്ടുണ്ട്. ഇനി ശാസ്ത്രീയ തെളിവുകളും അതിൻ്റെ കൃത്യത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ടുള്ള കാരണങ്ങളും എല്ലാം തന്നെ കൂടുതൽ സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്. ആ കാര്യം കൂടി സ്ഥിരീകരിച്ചതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ ഈ SHO മാധ്യമങ്ങളെ കണ്ട് കൂടുതൽ അതിൻ്റെ വിശദാംശങ്ങളെ സംബന്ധിച്ച് വിശദീകരണം നൽകുന്നത്. അജിംഷ, തീർച്ചയായും ഈ അതിഥി സംസ്ഥാനത്തിലെ തൊഴിലാളികളാണോ ഈ കുടുംബം? മാത്രമല്ല ഈ 12 വയസ്സുകാരിയിലേക്ക് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ എത്തുന്നത്?
അജിംഷാദ് ഇവരൊരു 3-4 വർഷമായി ഇവിടെ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള ദമ്പതികളാണ്. ഇവിടെ ആക്രി പെറുക്കി ആ രീതിയിലുള്ള കച്ചവടം ചെയ്ത് ജീവിക്കുന്ന കുടുംബമാണ്. ഈ കുടുംബത്തിന് ഈ മാതാപിതാക്കൾക്ക്, ഈ ദമ്പതികൾക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി എന്നുള്ളതാണ് പോലീസിന് മനസ്സിലായിട്ടുള്ള കാര്യം. പക്ഷേ ഈ പിതാവിൻ്റെ പിതൃ സഹോദരന്മാരുടെ മക്കൾ അവർ 2 പേർ ഈ കുടുംബത്തോടൊപ്പമായിരുന്നു താമസം. ഒരു 12 വയസ്സുകാരിയും പിന്നീട് ഒരു 2 വയസ്സുകാരിയുമാണ് ഇവരുടെ കൂടെയാണ് താമസിച്ചിരുന്നത്. ആ കുട്ടി 12 വയസ്സുകാരിക്ക് പിതാവിനെ മരിച്ചിരുന്നു. അതിനുശേഷമാണ് ഇവരുടെ കൂടെ താമസിക്കുന്നത്. അതിനിടയിലാണ് ഈ ഒരു കുട്ടി വീണ്ടും ഈ കുടുംബത്തിലേക്ക് ഇവർക്ക് കുട്ടി ഉണ്ടാകുന്നതും 12 വയസ്സുകാരി മൊഴി നൽകിയതുപോലെയുള്ള സ്നേഹത്തിൻ്റെ എല്ലാം തന്നെ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ സംഘർഷങ്ങളും എല്ലാം തന്നെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും എല്ലാം തന്നെ ഉടലെടുക്കുന്നത്. അതിൽ നിന്നാണ് ഈ കൃത്യം നടത്തിയത് എന്നുള്ളതിലേക്ക് തന്നെയാണ് പോലീസ് ഇപ്പോൾ അന്വേഷണത്തിൽ നിന്നും ബോധ്യപ്പെട്ടിട്ടുള്ള വിവരം. ഏതായാലും നമുക്കതിൻ്റെ മാത്രമല്ല, പോലീസിനെ ഈ കേസെന്ന് പറയുന്നത് വളരെ നിസ്സാരമായ കേസല്ല. കാരണം 12 വയസ്സുകാരിയായ കുട്ടിയുടെ മൊഴിയാണ്. അതുമാത്രം അടിസ്ഥാനപ്പെടുത്തി ഏതെങ്കിലും ഒരു പൂർണ്ണമായിട്ടുള്ള നിഗമനത്തിലേക്ക് എത്തുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ഉണ്ടാകണം. ഈ മൊഴിക്ക് ഉപോത്ബലകമായിട്ടുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ, പോലീസിൻ്റെ സാഹചര്യ തെളിവുകൾ ഉണ്ടാവണം, ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ഉണ്ടാക്കണം. അതെല്ലാം ശേഖരിക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസിന് ഈ കേസിലുള്ള വെല്ലുവിളി. മാത്രമല്ല, ഈ കുട്ടിയെ വലിയ രീതിയിൽ ചോദ്യം ചെയ്യുക, അത് സാധാരണ പ്രായപൂർത്തിയായ ആളുകളെ ചോദ്യം ചെയ്യുന്നത് പോലെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. ആ കുട്ടിയുടെ പ്രായം അതാണ്. അതുകൊണ്ട് അങ്ങനെയെല്ലാമുള്ള ഒരു അന്വേഷണത്തിലെ ചില സങ്കീർണതകളെല്ലാം തന്നെ നിലവിലുണ്ടെങ്കിൽ കൂടിയും പോലീസ് സമർത്ഥമായി തന്നെയാണ് ഈ കേസിൻ്റെ ഒരു അന്വേഷണവുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൻ്റെ കൂടുതൽ സ്ഥിരീകരണങ്ങളാണ്, ശാസ്ത്രീയമായ സ്ഥിരീകരണങ്ങളാണ് ഇനി ഉണ്ടാകേണ്ടത്. അജിംഷ. തീർച്ചയായും സന്തോഷ്,